എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 2 ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോഷ്യോളജിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഈ സോഷ്യോളജിയും എന്ന സബ്ജക്റ്റുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മറ്റൊരു സബ്ജക്റ്റ് ആയിട്ടുള്ള സോഷ്യൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിനെയും സോഷ്യോളജിയുടെയും സോഷ്യൽ ആന്ത്രപ്പോളജിയുടെയും എമർജൻസ് എങ്ങനെയാണ് നടന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാസ് ആണ്, അല്ലെങ്കിൽ യൂണിറ്റ് ആണ് ഈ ഒരു ഇതിൽ നമുക്ക് കാണാനായിട്ട് പോകുന്നത്. അതായത് സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന മറ്റൊരു ഡിസിപ്ലിൻ ആണ് സോഷ്യൽ ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അല്ലെങ്കിൽ സോഷ്യോളജിയും സോഷ്യൽ ആന്ത്രപ്പോളജിയും നമ്മൾ എടുത്തു കഴിയുമ്പോൾ അതിൽ എങ്ങനെയാണ് എമർജൻസി സംഭവിച്ചിട്ടുള്ളത് എന്നതൊക്കെ ഈ ഒരു അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് നോക്കാം ഇതിന്റെ ഈ ഒരു അധ്യായത്തിന്റെ യൂണിറ്റ് 2 പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി നമ്മൾ എമർജൻസ് ഓഫ് സോഷ്യോളജി, അതായത് സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഒരു ഉത്ഭവം എങ്ങനെയാണ് ഉണ്ടായത് എന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഫാക്ടേഴ്സ് ഫോർ ദി എമർജൻസ് ഓഫ് സോഷ്യോളജി, അതായത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് ഉത്ഭവത്തിന് കാരണമാക്കിയിട്ടുള്ളത്. റൈസ് ഓഫ് സോഷ്യോളജിക്കൽ തിയറീസ്, അതായത് സോഷ്യോളജിക്കൽ തിയറീസ് പിന്നീട് എങ്ങനെയാണ് ഉത്ഭവിച്ചത്. അതോടൊപ്പം തന്നെ പിന്നീട് വരുന്ന മറ്റ് ഡിസിപ്ലിനായ സോഷ്യൽ ആന്ത്രപ്പോളജിയുടെ എമർജൻസും ഫേസ് ഓഫ് എമർജൻസ് ഓഫ് സോഷ്യൽ ആന്ത്രപ്പോളജി, അതായത് എങ്ങനെയാണ് സോഷ്യൽ ആന്ത്രപ്പോളജി ഡെവലപ്പ് ചെയ്ത് ഇന്ന് കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. അതിന് പല ഫേസസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ആ ഫേസ് ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നു. ദെൻ പീനിയേഴ്സ് ഓഫ് ദി സോഷ്യൽ ആന്ത്രപ്പോളജി ആൻഡ് എമർജൻസ് ഓഫ് ദി മോഡേൺ സോഷ്യൽ ആന്ത്രപ്പോളജി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് 2 ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ യൂണിറ്റ് 1 നമ്മൾ പഠിച്ചിരുന്നു എന്താണ് സോഷ്യോളജിക്കൽ തിങ്കിങ് എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലെ. അതായത് സോഷ്യോളജിക്കൽ തിങ്കിങ് എന്ന് പറയപ്പെടുന്നത് ഒരു സമൂഹത്തെ എങ്ങനെയാണ് ഒരു സോഷ്യോളജിസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ നോക്കി കണ്ടത് എന്നതായിരുന്നു ആ ഒരു അധ്യായത്തിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിനായി സി റൈറ്റ് മിൽസിന്റെ സോഷ്യോളജിക്കൽ ഇമാജിനേഷനും അതോടൊപ്പം തന്നെ സിഗ്മണ്ട് ബൗമാൻ പോലുള്ള സോഷ്യോളജിസ്റ്റിന്റെ ഒരു അനാലിസിസിലൂടെയൊക്കെ ആയിരുന്നു നമ്മൾ സമൂഹത്തെ നോക്കി കാണേണ്ട രീതി എന്താണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഒരു എംപെരിക്കൽ അല്ലെങ്കിൽ എംപെരിക്കൽ ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് എങ്ങനെയാണ് അവിടെ ഡെവലപ്പ് ആവുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പൊതുവെ സാമൂഹിക ഒരു സോഷ്യോളജിസ്റ്റുകൾ എങ്ങനെയാണ് ഒരു സൊസൈറ്റിയെ നോക്കി കാണുന്നതും അതോടൊപ്പം അല്ലാത്ത മനുഷ്യരെ എങ്ങനെയാണ് അവിടെ വ്യത്യസ്തത പുലർത്തുന്നതെന്നൊക്കെ തന്നെ നമ്മൾ ആ ഒരു അധ്യായത്തിലൂടെ പഠിച്ചു. അപ്പൊ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോഷ്യോളജിക്കൽ തിങ്കിങ്ങിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഡിസിപ്ലിനായ സോഷ്യോളജിയെ പറ്റിയിട്ടാണ്. അപ്പൊ സോഷ്യോളജി എങ്ങനെയാണ് എമർജ് ചെയ്തത്, ഈ സോഷ്യോളജിയുടെ പ്രധാനപ്പെട്ട എമർജൻസിന്റെ കാരണം എന്താണ്, പിന്നെ അതോടൊപ്പം തന്നെ എമർജ് ചെയ്യപ്പെട്ട് വന്ന ഒന്നാണ് അല്ലെങ്കിൽ ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിനായ സോഷ്യൽ ആന്ത്രപ്പോളജിയെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് നോക്കാം എമർജൻസ് ഓഫ് സോഷ്യോളജി എന്താണെന്ന് നോക്കാം. സോഷ്യോളജിയുടെ എമർജൻസിനെ പറ്റി നമ്മൾ പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുന്നത് സാമൂഹികപരമായും സാമ്പത്തികപരമായും സാംസ്കാരികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ ഒത്തിരി ഫാക്ടേഴ്സ് ഇതിന്റെ എമർജൻസിന് കാരണമായിട്ടുണ്ട്. അതായത് സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് ഉയർന്നു വരുന്നതിന് നമ്മൾ ആദ്യത്തെ അധ്യായത്തിൽ പഠിച്ചതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു ഐ ഉണ്ട്, സോഷ്യോളജിക്കൽ ഐ ഉണ്ട്. ഈ ഒരു സോഷ്യോളജിക്കൽ ഐ വഴിയായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്, ഈ ഒരു സോഷ്യോളജിക്കൽ ഐ ആണ് ഇത്തരത്തിലുള്ള ഒരു ഡിസിപ്ലിന്റെ എമർജൻസിലേക്ക് ലീഡ് ചെയ്തതെന്ന് പറയാം. അതായത് ഒരു സോഷ്യോളജിക്കൽ തോട്ട് എന്ന് തുടങ്ങിയാണോ ആരംഭിച്ചത്, അവിടെയാണ് ഒരു ഡിസിപ്ലിന്റെ സ്കോപ്പ് അവിടെ ആരംഭിക്കാൻ തുടങ്ങി. ഈ ഡിസിപ്ലിന്റെ സ്കോപ്പിന് പങ്കുവഹിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഫാക്ടേഴ്സിനെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ അതിൽ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവും സാംസ്കാരികമായിട്ടുള്ള പല ഘടകങ്ങളും വന്നു ചേരുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് ഇങ്ങനെയാണ്, വെസ്റ്റേൺ യൂറോപ്പുകളില് 18-19 സെഞ്ചുറീസിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറെ മാറ്റങ്ങൾ ഉണ്ടായി. അതായത് ഒരു 18ാമത്തെ 19ാമത്തെ നൂറ്റാണ്ടിലൊക്കെ വെസ്റ്റേൺ യൂറോപ്പിനെ എടുത്ത് നോക്കുമ്പോൾ പെട്ടെന്നുണ്ടായ കുറെ സഡൻ ചേഞ്ചസ് അവിടെ ഡെവലപ്പ് ആവാൻ തുടങ്ങി. നാച്ചുറൽ സയൻസ് ദോ സ്റ്റിൽ ദ നാസസ്റ്റ് സ്റ്റേജസ് ആൻഡ് ബിഗിൻ ഡെവലപ്പിംഗ് സിസ്റ്റമാറ്റിക് മെത്തഡ് ഫോർ സ്റ്റഡിങ് ഓഫ് ഫിസിക്കൽ വേൾഡ്. അപ്പോൾ നാച്ചുറൽ സയൻസുകൾ അവിടെ ഉണ്ടായിരുന്നു അല്ലെ. നാച്ചുറൽ സയൻസുകളെ സംബന്ധിച്ചിടത്തോളം അവ ഫിസിക്കൽ വേൾഡിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് നൽകപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഫിസിക്കൽ വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ള പൂർണ്ണമായ ബോധ്യം നമുക്ക് നൽകപ്പെടുന്നുണ്ട്. എന്നാൽ അവിടെയാണ് സമൂഹത്തിലുണ്ടായിരുന്ന മാറ്റത്തെ അടിസ്ഥാനപ്പെടുത്തേണ്ട, അല്ലെങ്കിൽ സാമൂഹിക ബന്ധങ്ങളിൽ ഉണ്ടായ മാറ്റത്തെ, വ്യക്തി ജീവിതങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങളെ, അല്ലെങ്കിൽ വ്യക്തി ബന്ധങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങളിലെ എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടായത്, അല്ലെങ്കിൽ അതിന്റെ മാറ്റങ്ങൾക്ക് കാരണം എന്താണെന്ന് കണ്ടെത്തേണ്ട ഒരു ആവശ്യകത അവിടെ ഉയർന്നു വരികയാണ്. സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസസ് ലെഡ് ടു ദി ട്രാൻസ്ഫോർമേഷൻ ഫ്രം ട്രഡീഷണൽ റൂറൽ അഗ്രേറിയൻ സൊസൈറ്റി ടു ആൻ മോഡേൺ അർബൻ ഇൻഡസ്ട്രിയൽ. അതായത് സയന്റിഫിക് ആയിട്ടുള്ള ഇപ്പോൾ നാച്ചുറൽ സയൻസുകളുടെയും ഒക്കെ തന്നെ സഹായത്തോടെയൊക്കെ തന്നെ ഒരു സയന്റിഫിക് മെത്തേഡ്സ് ഒക്കെ ഇവിടെ ഡെവലപ്പ് ആയി. അപ്പൊ ഈ സയന്റിഫിക് മെത്തേഡുകൾ വരാനായിട്ട് തുടങ്ങിയപ്പോൾ ആദ്യത്തെ ഒരു സമൂഹം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു,
കൂടുതലും നോക്കിക്കഴിഞ്ഞാൽ ഒരു ഏൻഷ്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് അതൊരു ഇറാഷണൽ ആയിട്ടുള്ള, അതായത് ഒട്ടും തന്നെ സയന്റിഫിക് അല്ലാത്ത ഒരു സമൂഹമായിരുന്നു. അപ്പോഴാണ് ഈ സയന്റിഫിക് ഐഡിയാസിന്റെ എമർജൻസ് ഉണ്ടാവാൻ തുടങ്ങിയത്. അതായത് ഈ സയന്റിഫിക് ഐഡിയാസിന്റെ എമർജൻസിനെ പറ്റി പറയുമ്പോൾ അതിൽ കുറെ കോഴ്സസ് അതിനകത്ത് വരുന്നുണ്ട്, നമ്മൾ തുടർന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ സയന്റിഫിക് ആയിട്ടുള്ള ഒരു മെത്തേഡുകൾ അവിടെ വരാനായിട്ട് തുടങ്ങിയതോടെ അഗ്രേറിയൻ അല്ലെങ്കിൽ ട്രഡീഷണൽ റൂറൽ അഗ്രേറിയൻ സൊസൈറ്റിയിൽ നിന്നുകൊണ്ട് സമൂഹം ഒരു മോഡേൺ അർബൻ സൊസൈറ്റിയിലേക്ക്, ഇൻഡസ്ട്രിയൽ സമൂഹത്തിലേക്ക് പോകാൻ തുടങ്ങി. അതായത് അത്രയും നാളും അവിടെ വിശ്വസിച്ചിരുന്ന അല്ലെങ്കിൽ പോയിരുന്ന രീതിയിൽ നിന്ന് അവിടെ ഒരു മാറ്റം ഉണ്ടാവാൻ തുടങ്ങി. ഒരു ഗ്രാമമായിരുന്ന അല്ലെങ്കിൽ വളരെയധികം പരമ്പരാഗതമായ മൂല്യങ്ങളിലും റിലീജിയനിലും ഒക്കെ അധിഷ്ഠിതമായിരുന്ന ഒരു സമൂഹത്തിൽ നിന്നും എന്നാണോ സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്യപ്പെട്ടു തുടങ്ങിയത്, അല്ലെങ്കിൽ ഒരു സയന്റിഫിക്കൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വരാനായിട്ട് തുടങ്ങിയപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഒരു അർബൻ ഏരിയയിലേക്കും അല്ലെങ്കിൽ ഒരു മോഡേൺ ആയിട്ടുള്ള അർബൻ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്ക് അത് നയിക്കപ്പെട്ടു. അതായത് ഇത്തരത്തിലുള്ള സയന്റിഫിക് ആയിട്ടുള്ള അഡ്വാൻസ്മെന്റുകളിലൂടെ പലതരത്തിലുള്ള ടെക്നോളജീസ് ഒക്കെ തന്നെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഈ ടെക്നോളജീസ് ഒക്കെ വരാൻ തുടങ്ങിയപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിന്റെ ഡെവലപ്മെന്റിനൊക്കെ കാരണമായി. അങ്ങനെ വന്നതോടെ അവിടെ പ്രൊഡക്ഷൻസ് കൂടാൻ തുടങ്ങി. അതായത് ഇത്തരത്തിലുള്ള സയന്റിഫിക് മെത്തേഡിലൂടെ കണ്ടെത്തിയിട്ടുള്ള നിരവധിയായിട്ടുള്ള ടൂൾസുകളെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു പിന്നീടുള്ള പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രൊഡക്ഷൻ എന്താവാൻ തുടങ്ങി, ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. അതായത് നമ്മൾ കൈകൊണ്ട് ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒരു വസ്തു എടുത്തുകൊണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്, മിഷ്യന്റെ സഹായത്തോടെ ശ്രമിക്കുകയാണ്. അപ്പൊ മിഷ്യന്റെ സഹായത്തോടെ ഇത് ഉൽപ്പാദിപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുക, 10 എണ്ണാണ് നമ്മൾ കൈകൊണ്ട് ഉൽപ്പാദിപ്പിച്ചതെങ്കിൽ മിഷ്യന്റെ സഹായത്തോടെ അത് 100 എണ്ണം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറാനായിട്ട് തുടങ്ങി. അങ്ങനെ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ, അതായത് ഉൽപാദനത്തിന്റെ ഒരു രീതി തന്നെ അവിടെ മാറ്റം വരാൻ തുടങ്ങി. And extensive changes, though, the central to the process of industrialization and modernization rather than created the paradoxical situation. അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷനും അല്ലെങ്കിൽ മോഡേണൈസേഷനിലൂടെ ഉണ്ടായിട്ടുള്ളതാണ്. അതായത് ഈ പറയുന്ന ഉൽപാദനത്തിന്റെ രീതി മാറി ഇൻഡസ്ട്രീസ് വരാൻ തുടങ്ങി, ഫാക്ടറി സെറ്റപ്പിലേക്ക് വരാനായിട്ട് തുടങ്ങി. അങ്ങനെ സമൂഹം ഒരു ആധുനികതയിലേക്ക് പതിയെ ചലിക്കാനായിട്ട് തുടങ്ങി. അതോടെ സമൂഹത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായി. അതായത് അതിനു മുന്നേ വരെ സമൂഹം എങ്ങനെയായിരുന്നു, വളരെയധികം പരമ്പരാഗതമായി മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സമൂഹമായിരുന്നു. കൂടുതലും ആളുകൾ എങ്ങനെയായിരുന്നു, പരസ്പരം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പരസ്പരം ഒരു സിമിലാരിറ്റി കീപ്പ് ചെയ്തിട്ടുള്ള ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു കൾച്ചറിലായിരുന്നു ആളുകൾ ജീവിച്ചിരുന്നത്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ആധുനികതയിലേക്ക് പോകുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ടെക്നോളജീസ് അഡ്വാൻസ്ഡ് ആയി സയന്റിഫിക് മെത്തേഡുകളിലേക്ക് ആളുകൾ പോകാൻ തുടങ്ങിയപ്പോൾ അവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ ആരംഭിക്കാൻ തുടങ്ങി. അതായത് ഇൻഡസ്ട്രീസ് വരാൻ തുടങ്ങി, അവിടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റുകളുടെ സഹായത്തോടെ ഉൽപാദനം കൂടാൻ തുടങ്ങി. അങ്ങനെ ഈ ഉൽപാദനത്തിന്റെ രീതി മൂലവും ഉൽപാദനം കൊണ്ടും തന്നെ ആളുകളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ അവിടെ സൃഷ്ടിക്കാൻ തുടങ്ങി. ട്രാൻസ്ഫോർമേഷൻ ഓഫ് സോഷ്യൽ, എക്കണോമിക്, കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് ഓഫ് ലൈഫ് ഫ്രം the erstwhile traditional society towards what is viewed as rational and enlightened philosophy, especially with the reference to the role of church in dark ages. അതായത് പിന്നീട് ഉണ്ടായത് ഇങ്ങനെയാണ്, ഇത്തരത്തില് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ നിന്നുകൊണ്ട് നമ്മള് ഒരു റാഷണൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു എൻലൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു ഐഡിയയിലേക്ക് നമ്മൾ വരാൻ തുടങ്ങി. അതായത് എല്ലാ കാര്യങ്ങളിലും ഒരു റാഷണൽ ആയി കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ മൂല്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ പരമ്പരാഗതമായ രീതികളെ മാറ്റി നിർത്തിക്കൊണ്ടിട്ട് അവിടെ ഒരു കൈൻഡ് ഓഫ് ഒരു റാഷണൽ തോട്ടുകൾ അവിടെ ആളുകൾക്കുള്ളിൽ എമർജ് ചെയ്യാനായിട്ട് തുടങ്ങി. അതോടൊപ്പം തന്നെ പറയുന്നത് ഇങ്ങനെയാണ്, മോഡേൺ സൊസൈറ്റി ദാറ്റ് ഫോസ്റ്റേർഡ് ദ ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി, റാഷണാലിറ്റി was an in perpetual state of misery and chaos, and early stage of order were being replaced by the new ones. അപ്പോൾ ഇത്തരത്തിൽ വരാൻ തുടങ്ങിയപ്പോൾ എന്താ ഉണ്ടായത്, മോഡേൺ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആളുകൾ കുറച്ചും കൂടി ക്രിയേറ്റീവ് ആവാൻ തുടങ്ങി, റാഷണാലിറ്റി വർക്ക് ചെയ്തു. അങ്ങനെ അവിടെ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അതോടൊപ്പം തന്നെ പുതിയ ക്ലാസ്സുകൾ അല്ലെങ്കിൽ പുതിയ ഒരു ഓർഡർ, സാമൂഹികപരമായിട്ടുള്ള ഒരു ഘടനയും സാമൂഹികപരമായിട്ടുള്ള ഒരു ഓർഡറും ഒക്കെ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടാനായിട്ട് തുടങ്ങുകയാണ്. And sociology as the distinct discipline emerged in the background of these intellectual and the material or social changes taken place in the later half of the 19th century. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ, അതായത് ഇത്തരത്തിലൊരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ റാഷണാലിറ്റി ആളുകളുടെ ഉള്ളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇൻഡസ്ട്രിയലൈസേഷൻ വരുന്നു, ഇൻഡസ്ട്രീസിൽ ഉൽപാദനം കൂടപ്പെടുന്നു, ആളുകളുടെ ജീവിത സാഹചര്യം മാറുന്നു, ആളുകൾ കുറച്ചുകൂടി ആധുനികതയിലേക്ക് എത്തിപ്പെടുന്നു. ഈ ഒരു സാഹചര്യം വന്നപ്പോൾ സമൂഹത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പലതരത്തിലുള്ള കെയോസുകൾ രൂപപ്പെടാൻ തുടങ്ങി, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി. അങ്ങനെ പ്രശ്നങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലായിരുന്നു
സോഷ്യോളജിയുടെ എമർജൻസ് ഉണ്ടായത്. അതായത് സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ എമർജൻസ് ഉണ്ടായത് വളരെ പീസ്ഫുൾ ആയ ഒരു സാഹചര്യത്തിലായിരുന്നില്ല. പകരം സമൂഹത്തില് വളരെയധികം പ്രശ്നങ്ങൾ നടക്കാൻ തുടങ്ങിയപ്പോഴാണ്. അതായത് സ്മൂത്ത് ആയി പോയിക്കൊണ്ടിരുന്ന സമൂഹത്തിൽ നിന്ന് സമൂഹത്തിൽ വളരെയധികം മാറ്റങ്ങൾ തുടങ്ങാൻ തുടങ്ങി. അതായത് സയന്റിഫിക് ആയിട്ടുള്ള റെവല്യൂഷൻസ് വന്നപ്പോ അല്ലെങ്കിൽ ശാസ്ത്രീയതയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാനായിട്ട് തുടങ്ങിയപ്പോ അവിടെ നിന്നുകൊണ്ടാണ് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ തുടങ്ങിയത്. ഈ മാറ്റം എന്തിലേക്ക് നയിച്ചു? പലതരത്തിലുള്ള ചേഞ്ചസ് സമൂഹത്തിൽ ഉണ്ടാക്കി. അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ പോലുള്ള, മോഡേണൈസേഷൻ പോലുള്ള പല കാര്യങ്ങളും അവിടെ ഒക്കർ ചെയ്തു. ഇങ്ങനെ വന്നപ്പോ അതായത് അതുവരെ ജീവിച്ചിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സാഹചര്യത്തിലേക്കായിരുന്നു അവിടുത്തെ ആളുകള് ഇതിലൂടെ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ പോയപ്പോ യൂഷ്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് ആളുകൾക്ക് ആ ഒരു പുതിയ സിറ്റുവേഷനെ കോപ്പപ്പ് ചെയ്യാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. അതോടൊപ്പം തന്നെ പഴയ ഒരു ക്ലാസ് ഓർഡറിൽ നിന്ന് പുതിയ ക്ലാസ്സസ് ഒക്കെ അവിടെ എമർജ് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങി. അതായത് ഇതിനോട് അഡോപ്റ്റ് ചെയ്തു പോകുന്നവരും അതോടൊപ്പം ഒന്നും അഡോപ്റ്റ് ചെയ്യാത്തവരും അതിന്റെ മിഡിൽ നിൽക്കുന്നവരൊക്കെ പറഞ്ഞ് കുറെ ക്ലാസ്സസ് അവിടെ യൂഷ്വലി രൂപം കൊണ്ടു. ഇങ്ങനെ രൂപം കൊണ്ടതോടെ സമൂഹത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ വന്നു. ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയപ്പോ അങ്ങനെ 19ാം നൂറ്റാണ്ടിന്റെ ഒരു മധ്യത്തിലൂടെയായിരുന്നു സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് അവിടെ എമർജ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പൊ അങ്ങനെയാണ് ആ ഒരു സോഷ്യോളജി ഇന്ന് കാണുന്ന രീതിയിൽ. ഇന്ന് കാണുന്ന രീതിയിൽ ഒരു ഡിസിപ്ലിൻ ആയിട്ട് അപ്പോഴും വന്നിട്ടില്ല. ഈ ഒരു 19ാം നൂറ്റാണ്ടോടെ കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിന് അവിടെ റെലവൻസ് വരാൻ തുടങ്ങി. ഇനി അടുത്ത് നോക്കാം. അപ്പൊ ഈ ഒരു പറയുന്ന സോഷ്യോളജിയുമായി ബന്ധപ്പെട്ട് എമർജൻസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐഡിയ അല്ലെങ്കിൽ അതിന്റെ എമർജൻസിലേക്ക് നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആശയമായിരുന്നു എൻലൈറ്റ്മെന്റ് എന്ന് പറയപ്പെടുന്നത്. എന്താണ് എൻലൈറ്റ്മെന്റ് പീരീഡ് എന്ന് നോക്കാം. ഏജ് ഓഫ് റീസൺസ് എന്നാണ് എൻലൈറ്റ്മെന്റ് പീരീഡിനെ നമ്മൾ പറയുക. അതായത് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഈ ഒരു പീരീഡിലേക്ക് വന്നപ്പോൾ ആളുകൾ എല്ലാത്തിനും ഒരു റീസൺസ് തരാൻ തുടങ്ങി. അതായത് എന്ത് കാര്യങ്ങളും ഉണ്ടാകുമ്പോഴും അവിടെ ഒരു റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബിലീഫ് സിസ്റ്റത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് എന്തുകൊണ്ടാണ് അത് ഉണ്ടായത് എന്നൊരു കാരണത്തെ തിരക്കി ആളുകൾ പോവാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പോ ഈ സമയത്ത് എന്ത് സംഭവിച്ചു? ഫിലോസഫിക്കൽ തോട്ടുകളില് മാറ്റം ഉണ്ടാവാൻ തുടങ്ങി. അപ്പൊ ഒരു 18ാമത്തെ സെഞ്ചുറീസിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കൊക്കെ ഈ ഒരു ഡെവലപ്മെന്റ്സ് അവിടെ നടക്കുന്നുണ്ട്. ദ മോസ്റ്റ് ഓഫ് ദ പ്രോമിനന്റ് തിങ്കേഴ്സ് അസോസിയേറ്റഡ് വിത്ത് എൻലൈറ്റ്മെന്റ് ബോത്ത് വാസ് ഫ്രഞ്ച് ഫിലോസഫർ ചാൾസ് മോണ്ടെസ്ക്യൂ, ജീൻ ജാക്വസ് റൂസോ. അതായത് ഈ പറയുന്ന രണ്ടാളുകളാണ് ഈ എൻലൈറ്റ്മെന്റ് ഐഡിയയുമായിട്ട് ഏറ്റവും അസോസിയേറ്റഡ് ആയിട്ടിരിക്കുന്നത്. ചാൾസ് മോണ്ടെസ്ക്യൂവും ജീൻ ജാക്വസ് റൂസോയും. അപ്പോ ഇത്തരത്തില് റൂസോയും അല്ലെങ്കിൽ മോണ്ടെസ്ക്യൂ പോലുള്ള ആളുകളൊക്കെ ആയിരുന്നു ഈ സമയത്ത് ഈ എൻലൈറ്റ്മെന്റ് ഐഡിയയുമായിട്ട് ഏറ്റവും അസോസിയേറ്റഡ് ആയിട്ട് നിലനിരുന്നത്. അതോടൊപ്പം തന്നെ വന്ന മറ്റു മാറ്റങ്ങൾ എന്ന് പറയുന്നതാണ് അതായത് അത്രനാൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയില് വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. ആളുകൾ കൂടുതലും എന്ത് ചെയ്യാൻ തുടങ്ങി? റാഷണൽ ആയിട്ട് കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അതായത് ഒരു സമയം വരെ ആളുകൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു രോഗം ഉണ്ടായിരിക്കട്ടെ. ഏതെങ്കിലും ഒരു രോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു സമയം വരെ ആളുകൾ ചിന്തിച്ചു വന്നിരുന്നത് എങ്ങനെയായിരുന്നു? ആ രോഗം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള കേഴ്സ് ആകാം, അല്ലെങ്കിൽ പാപങ്ങളുടെ ഫലമാകാം എന്ന രീതിയിലൊക്കെ ആളുകൾ ചിന്തിക്കുമായിരുന്നു. എന്നാൽ ഈ ഒരു എൻലൈറ്റ്മെന്റ് പീരീഡുകളിലേക്ക് വന്നപ്പോൾ അവിടെയാണ് ആളുകൾക്ക് റീസണിങ് വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങിയത്. അതായത് ഈ റിലീജിയനിലും അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ഒരു ഒരു എന്താ പറയാ എക്സ്പ്ലനേഷൻ നൽകുക എന്ന് പറയുന്നത് അത് സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷനിലേക്ക് ആളുകൾ മൂവ് ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം എല്ലാ കാര്യത്തെയും ക്രിട്ടിക്കലി അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മനുഷ്യന്റെ ചിന്താഗതി വരാനായിട്ട് തുടങ്ങി. ആൻഡ് ഇൻഡസ്ട്രിയൽ ആൻഡ് സയന്റിഫിക് റെവല്യൂഷൻസ് ആൻഡ് industrial and scientific revolutions which both firmly established and during the period with witness the French and the American Revolution. അപ്പൊ ഈ സമയത്ത് തന്നെ ഉണ്ടായിട്ടുള്ള മറ്റ് അനവധി അല്ലെങ്കിൽ മറ്റ് അനവധിയായിട്ടുള്ള റെവല്യൂഷൻസ് ആയിരുന്നു ഇൻഡസ്ട്രിയൽ, അതല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സയന്റിഫിക് റെവല്യൂഷന്റെ ഒപ്പം തന്നെ ഫ്രഞ്ച് അമേരിക്കൻ റെവല്യൂഷൻസ് ഒക്കെ തന്നെ ഈ ഒരു പീരീഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഈ ഒരു സാധനങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള റെവല്യൂഷൻസ് ഒക്കെ തന്നെ സൊസൈറ്റിയിൽ വലിയ മാറ്റങ്ങളുടെ ഫലമായിട്ട് രൂപം കൊണ്ടവയായിരുന്നു. അടുത്തത് സയന്റിഫിക് റെവല്യൂഷനിലേക്കാണ് പോകുന്നത്. അതായത് ദ യൂറോപ്പ് പ്രൊഡ്യൂസ് സയന്റിഫിക് റെവല്യൂഷൻസ് ഇൻ ദ റെനൈസൻസ് പീരീഡ് ഓഫ് 14th to 16th century. അതായത് യൂറോപ്പില് ഉണ്ടാക്കപ്പെട്ട അല്ലെങ്കിൽ പ്രൊസീഡ് ചെയ്യപ്പെട്ട ഒന്നായിരുന്നു സയന്റിഫിക് റെവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇത് വന്നിട്ടുള്ളത് ഒരു റിനൈസൻസ് പീരീഡില് 14ാമത്തെ സെഞ്ചുറി മുതങ്ങി 16ാമത്തെ സെഞ്ചുറി വരെയാണ് ഉണ്ടായിരുന്നത്. സോ ഈ ഒരു സെഞ്ചുറീസിൽ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ആളുകളുടെ ചിന്താഗതികളില് മാറ്റം ഉണ്ടാവാൻ തുടങ്ങി, ആറ്റിറ്റ്യൂഡുകളിലൊക്കെ തന്നെ മാറ്റം ഉണ്ടാവാൻ തുടങ്ങി. ദ ഇമ്പാക്ട് ഓഫ് ദിസ് റെവല്യൂഷൻ വാസ് ക്രൂഷ്യൽ therefore not just changing the material life but also the idea which people held the nature and society. ഇതോടൊപ്പം തന്നെ ഉണ്ടായ മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് സയന്റിഫിക് റെവല്യൂഷൻസ് വന്നപ്പോൾ ആളുകളുടെ ലൈഫിൽ മാത്രമല്ല ചേഞ്ചസ് ഉണ്ടാവാൻ തുടങ്ങിയത്,
പകരം ആളുകൾ എങ്ങനെയാണ് നേച്ചറിനെ പെർസീവ് ചെയ്തത്, സൊസൈറ്റിനെ എങ്ങനെയാണ് അവർ വിചാരിച്ചുകൊണ്ടിരുന്നത്, ഈ ഐഡിയാസിലും അവിടെ മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. The main development of the scientific revolutions were the Copernican revolutions and the changes to the heliocentric theories from the early geocentric and the era of experiment by scientists such as Galileo Galilei, Jonas Kelpers, and the Isaac Newton began, which revolutionized science and led to the growing desire of sociologists to build the social science according to the model of scientific method. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ഈ സയന്റിഫിക് റെവല്യൂഷന്റെ ഭാഗമായിട്ട് കുറെ സയന്റിഫിക് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ വരാൻ തുടങ്ങി. അതായത് സൊസൈറ്റിയിൽ തന്നെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഗലീലിയോ ഗലീലിയെ പറ്റിയിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, അതോടൊപ്പം തന്നെ ഐസക് ന്യൂട്ടൺ ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഐസക് ന്യൂട്ടന്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. അപ്പൊ ഈ ഒരു കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ ഉടലെടുക്കാനായിട്ട് തുടങ്ങിയപ്പോ അത് സോഷ്യോളജിസ്റ്റുകൾ അല്ലെങ്കിൽ സമൂഹത്തെ പറ്റി ചിന്തിക്കുന്ന ആളുകളിൽ എന്തുകൊണ്ട് സമൂഹത്തെ പറ്റി പഠിക്കുന്നതിന് ഒരു മേഖല വേണം, അല്ലെങ്കിൽ സമൂഹത്തെ പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശാസ്ത്രത്തിന്റെ ആവശ്യകതയെ പറ്റിയിട്ടുള്ള ഒരു തോട്ട് അവിടെ ഉണ്ടാക്കി. അതായത് ഇത്തരത്തിലുള്ള പല കണ്ടുപിടുത്തങ്ങളും വരാൻ തുടങ്ങിയപ്പോ ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ തന്നെ ലീഡ് ചെയ്തത് സമൂഹത്തെയും ഇത്തരത്തിലുള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റിലൂടെ നോക്കിക്കാണേണ്ട ആവശ്യകതയുണ്ട് എന്ന രീതിയിൽ ചിന്തിപ്പിച്ചു. ആൻഡ് ഡാർവിൻസ് എവല്യൂഷണറി തിയറി, ഡാർവിന്റെ എവല്യൂഷണറി തിയറി ഒക്കെ തന്നെ അതിനൊരു ഇത്തരത്തിലൊരു സയന്റിഫിക് റെവല്യൂഷന്റെ ഭാഗമായി വന്നവയാണ്. അതായത് അത്ര നാൾ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു റിലീജിയസ് ബേസിൽ നിന്നുകൊണ്ട് മനുഷ്യന്റെ ഒരു എവല്യൂഷനെ പറ്റിയിട്ടൊക്കെ ചിന്തിച്ചുകൊണ്ട് അപ്പോഴാണ് ഈ ഡാർവിന്റെ സയന്റിഫിക് റെവല്യൂഷൻ ഡാർവിന്റെ എവല്യൂഷണറി തിയറി അവിടെ വരുന്നു. അതോടൊപ്പം തന്നെ അപ്പോ ആ ഒരു സാഹചര്യത്തില് റിലീജിയന്റെ ഇൻഫ്ലുവൻസ് ഒക്കെ അവിടെ മാറ്റം ചെയ്യപ്പെടുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് സാമൂഹിക ശാസ്ത്രജ്ഞര് സമൂഹത്തിന്റെ പഠനത്തിന്റെ ആവശ്യകതയെ പറ്റിയിട്ടുള്ള ഒരു തോട്ട് അവരുടെ ഉള്ളിലും വരാനായിട്ട് തുടങ്ങി. അപ്പൊ ഹെർബർട്ട് സ്പെൻസർ അതോടൊപ്പം തന്നെ അങ്ങനെ ഹെർബർട്ട് സ്പെൻസർ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് നോഷൻ ഓഫ് എവല്യൂഷൻസ്. അതായത് ഹെർബർട്ട് സ്പെൻസർ വന്നിട്ട് ഇത്തരത്തില് ഈ ഒരു കൈൻഡ് ഓഫ് ഡാർവിൻ തിയറിയെ എന്ത് ചെയ്താൻ തുടങ്ങി, മനുഷ്യന്റെ അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിന്റെ ഒരു പരിണാമത്തെ സമൂഹത്തിന്റെ പരിണാമവുമായിട്ടൊക്കെ ഹെർബർട്ട് സ്പെൻസർ അവിടെ കണക്ട് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങി. And Darwin's period of provided the legitimate scientific proof for the human biological evolution. ഡാർവിൻ വന്നിട്ട് അത്രനാൾ ചിന്തിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ മനുഷ്യന്റെ പരിണാമം എന്ന് പറയപ്പെടുന്നത് മനുഷ്യന്റെ ഒരു വളർച്ച എന്ന് പറയുന്നതും ഉത്ഭവം എന്ന് പറയുന്നതും അത്രനാൾ റിലീജിയസ് ബിലീഫ്സില് അടിത്തറയിട്ടിരുന്ന ഒരു സാധനമായിരുന്നു. അപ്പോഴാണ് ഡാർവിൻ വരികയും അങ്ങനെ അവിടെ നിന്നുകൊണ്ട് ബയോളജിക്കൽ ആയിട്ടുള്ള നമ്മുടെ എവല്യൂഷൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു തിയറി ഒക്കെ അവിടെ പ്രപ്പോണ്ട് ചെയ്യുകയും ചെയ്തു. And all this led to the changing of the old ideas and suggestion of alternative scientific methods therefore become regarded as the accurate and objective method. അങ്ങനെ അത്ര നാൾ നിലനിന്നിരുന്ന ഐഡിയാസ് ഒക്കെ തന്നെ ഈ ഒരു സയന്റിഫിക് പീരീഡിലേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു, മാറ്റങ്ങൾക്ക് വിധേയമാവാനായിട്ട് തുടങ്ങി. ഇനി സോഷ്യൽ ആൻഡ് എക്കണോമിക് ചേഞ്ചസ് ദാറ്റ് സ്വെപ്റ്റ് ദ 19th century യൂറോപ്യൻ സൊസൈറ്റി. ഇനി സാമൂഹികവും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങൾ അല്ലെങ്കിൽ ചേഞ്ചസ് എങ്ങനെയാണ് 19ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ സൊസൈറ്റീനെ മാറ്റിമറിച്ചത്, അല്ലെങ്കിൽ സോഷ്യൽ ആൻഡ് എക്കണോമിക് ചേഞ്ചസ് ദാറ്റ് സ്വെപ്റ്റ് ദ 19th century യൂറോപ്യൻ സൊസൈറ്റി. യൂറോപ്യൻ സൊസൈറ്റിയിൽ 19ാം നൂറ്റാണ്ടിൽ ആ യൂറോപ്യൻ സൊസൈറ്റീനെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കാം. ആദ്യം തന്നെ പറയുന്നത് ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത് തന്നെ, അതായത് ഈ ഒരു ഫ്രഞ്ച് റെവല്യൂഷൻ ഒക്കെ തന്നെ ഇതിൽ നയിച്ചിട്ടുള്ളതാണ്, സൊസൈറ്റിയിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇപ്പൊ ഫ്രഞ്ച് റെവല്യൂഷന്റെ മെയിൻ പ്രധാനപ്പെട്ട ഒരു ആശയമായിട്ട് പറയുന്നതാണ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയപ്പെടുന്നത്. അതായത് ഒരു സമയം വരെ സൊസൈറ്റി വളരെ അധികമായിട്ടുള്ള ഒരു മൊണാർക്കിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡെസ്പോട്ടിക് റൂളിന്റെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഒരു രാജാവിന്റെ കീഴില് ഇങ്ങനെ ഭരിക്കപ്പെടുക എന്നൊരു അവസ്ഥയായിരുന്നു. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് ആളുകൾക്കൊക്കെ തന്നെ വളരെ അധികം സപ്രഷൻസ് അല്ലെങ്കിൽ ആളുകൾക്ക് ഒത്തിരി തരത്തിലുള്ള എന്താ പറയാ അടിച്ചമർത്തലുകളൊക്കെ തന്നെ നേരിടേണ്ടി വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ആളുകളെ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി, ഇതിനെതിരെ പൊരുതുകയും അങ്ങനെ തങ്ങൾക്ക് സ്വാതന്ത്ര്യം ആവശ്യമാണ്, എല്ലാവരെയും പോലെ തന്നെ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാനുള്ള ഒരു അവകാശമുണ്ട് എന്ന രീതിയിലേക്കൊക്കെയാണ് അല്ലെങ്കിൽ ആ ഒരു തോട്ടൊക്കെയാണ് ഫ്രഞ്ച് റെവല്യൂഷനിലേക്കൊക്കെ അൾട്ടിമേറ്റ്ലി നയിച്ചത്. അതോടൊപ്പം തന്നെ ഗുഡ്സുകളുടെ അല്ലെങ്കിൽ ഉപഭോഗ വസ്തുക്കളുടെ വില വർധന ഇതൊക്കെ തന്നെയാണ് ആളുകളെ റെവല്യൂഷനിലേക്ക് കീപ്പ് ചെയ്തത്. നമുക്കത് എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇറ്റ് പുട്ട് ദി എൻഡ് ഓഫ് ദി ഏജ് ഓഫ് ഫ്യൂഡലിസം ആൻഡ് അഷേർഡ് ദി ന്യൂ ഓർഡർ ഓഫ് സൊസൈറ്റി. അതായത് അത്രനാൾ നിലനിന്നിരുന്ന ഒരു ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥയെ തകർക്കുകയും പുതിയൊരു ഓർഡർ ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്.
യൂറോപ്പിന്റെ മൊത്തത്തിൽ തന്നെ വളരെയധികം ചേഞ്ചസ് ഈ ഒരു ഫ്രഞ്ച് റവല്യൂഷൻ അവിടെ സൃഷ്ടിക്കുകയുണ്ടായി. ഇന്ത്യയിലും ഈ ഒരു റവല്യൂഷൻ ചേഞ്ചസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്ത്യയിലും ഉണ്ടായിരുന്ന ഫ്യൂഡൽ സിസ്റ്റത്തിലും ഒക്കെ തന്നെ എന്തുണ്ടായിരുന്നു, ഈ ഒരു ഫ്രഞ്ച് റവല്യൂഷന്റെ ഒരു എഫക്ട് നമുക്ക് കാണാനായിട്ട് പറ്റിയിരുന്നു. ദ പ്രിൻസിപ്പിൾസ് ഓഫ് ലിബർട്ടി, ഫ്രിറ്റേണിറ്റി, ഇക്വാലിറ്റി വിച്ച് ഫോം പാർട്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഈ പറയുന്ന പ്രിൻസിപ്പിൾസ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഫ്രഞ്ച് റവല്യൂഷനിലൂടെ ഉയർത്തപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട ആശയങ്ങളായിരുന്നു ലിബർട്ടി, ഫ്രട്ടേണിറ്റി, ഇക്വാലിറ്റി എന്ന് പറയുന്നത് ഫോം ആൻഡ് വിച്ച് ഇസ് ഫോം പാർട്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത് കാണാൻ സാധിക്കും അല്ലെ. ആൻഡ് ഫ്രാൻസ്, like and other European countries during the 18th century, has entered the age of the reason and rationalization. അതായത് ഒരു 18ാമത്തെ നൂറ്റാണ്ടിലേക്ക് പോകുമ്പോൾ ഫ്രാൻസും മറ്റ് യൂറോപ്യൻ കൺട്രികളും എല്ലാം തന്നെ റീസൺ അല്ലെങ്കിൽ റാഷണലൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് വരികയുണ്ടായി. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട തിങ്കേഴ്സ് ആയിരുന്നു മോണ്ടസ്ക്യൂ, വോൾട്ടയർ, റൂസോ പോലുള്ള ആളുകളൊക്കെ. The ferment created by these ideas along with the prevailing social conditions in French society lead to the French Revolution, which marked the end of the despotic monarchy. അതായത് ഫ്രഞ്ച് റവല്യൂഷനിൽ സംഭവിച്ചത് ഇങ്ങനെയായിരുന്നു, ഒരു ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഈ ഫ്രഞ്ച് റവല്യൂഷനെ കൈകാര്യം ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു ചരിത്രപരമായിട്ട് പരിശോധിക്കുമ്പോൾ അതിൽ ഒത്തിരി കാരണങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് ഒത്തിരി ഇതെങ്ങനെയാണ് ഉണ്ടായത് അല്ലെങ്കിൽ ഇതിന്റെ കോഴ്സ് ഐഡിയാസും ഒക്കെ നോക്കുമ്പോൾ കുറെ ഉണ്ട്. പക്ഷെ നമ്മളിവിടെ സോഷ്യോളജിയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യോളജിക്കലി അതെങ്ങനെയാണ് അതല്ലെങ്കിൽ സോഷ്യോളജിക്കലി നമുക്ക് ഈ ഫ്രഞ്ച് റവല്യൂഷനെ ഡിസ്കസ് ചെയ്യുമ്പോൾ ആ ഒരു സോഷ്യോളജിക്കൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ അത് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കിയെന്ന് മാത്രമാണ്. അതുകൊണ്ടാണ് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടില്ല. എങ്കിലും നമ്മൾ ഈ ഫ്രഞ്ച് റവല്യൂഷന്റെ പ്രധാന ഐഡിയ മനസ്സിലാക്കി വെക്കണം. അത് എങ്ങനെയാണ് സൊസൈറ്റിനെ എഫക്ട് ചെയ്തതെന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥതയെ തകർക്കുക എന്നതായിരുന്നു. അങ്ങനെ അവിടെ എല്ലാവർക്കും, അതായത് ഒരു രാജാവിന്റെ കീഴിൽ നിന്നുകൊണ്ട് എല്ലാം അത്തരത്തിലുള്ള ഒരു സ്വതന്ത്രമായി നിലനിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ അതിനെ തകർക്കുക എന്നതായിരുന്നു അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ റവല്യൂഷന്റെ ഉദ്ദേശം. അങ്ങനെ ആ ഒരു റവല്യൂഷൻ എന്ത് സംഭവിച്ചു, ഈ റവല്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട തിങ്കേഴ്സ് ആയിരുന്നു മോണ്ടസ്ക്യൂ, ലോക്ക്, വോൾട്ടാർ. ഇവരുടെ തോട്ടുകളൊക്കെ തന്നെ അതിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു. അപ്പൊ അങ്ങനെയാണ് അതോടെ അവിടെ ഒരു ഡെസ്പോട്ടിക് മൊണാർക്കിക്ക് അവിടെ എൻഡ് ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ ഇല്ലാതാവുകയാണ്. 1789 ആൻഡ് ത്രൂ ദ 19th century വാസ് മോസ്റ്റ് ഇമ്മീഡിയറ്റ് ഫാക്ടർ റൈസ് ഓഫ് സോഷ്യോളജിക്കൽ തിയറൈസിങ്. അതായത് ഈ ഒരു ഫ്രഞ്ച് റവല്യൂഷൻ എടുക്കുമ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. നമ്മളുടെ സോഷ്യോളജിയുടെ എമർജൻസിനെ നോക്കിക്കഴിഞ്ഞാൽ എമർജൻസിലേക്ക് നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് ഈ ഫ്രഞ്ച് റവല്യൂഷൻ. അതായത് ഈ ഫ്രഞ്ച് റവല്യൂഷന്റെ ഭാഗമായിട്ട് സൊസൈറ്റിയിൽ എന്താ ഉണ്ടായത്, അതായത് ആളുകൾ ഇത്തരത്തിലുള്ള ഒരു ഫ്യൂഡൽ പ്രഭുവിനെ അല്ലെങ്കിൽ ഫ്യൂഡൽ ആയിട്ടുള്ള ഒരു വ്യവസ്ഥിതിയെ അടിച്ചമർത്തണം അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു മോചനം അവർക്ക് ആവശ്യമാണെന്ന് തോന്നുകയും അങ്ങനെ അവർ അതിനെതിരെ പൊരുതാൻ തുടങ്ങിയപ്പോൾ സമൂഹത്തിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിലെ പ്രശ്നങ്ങൾ എന്തിലേക്കാണ് ലീഡ് ചെയ്തത്, ഈ ഒരു സോഷ്യോളജി എന്ന് പറയുന്ന ഡിസിപ്ലിന്റെ ഒരു സ്കോപ്പ് അവിടെ ഉണ്ടാവുകയാണ്. Instead of the find new basis of the order in the society that has been overturned by the political revolution of 18th and 19th century. This interest in the issues of social order was one of the major concern of classical sociological theorists, especially Comte, Durkheim and Parson. ഈ പറയുന്ന ഈ ഫ്രഞ്ച് റവല്യൂഷൻ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സാമൂഹികപരമായിട്ടുള്ള ഒരു ഓർഡർ ഒക്കെ അല്ലെങ്കിൽ സാമൂഹിക ഓർഡറിൽ ഉണ്ടായ ഒരു മാറ്റം ഉണ്ടല്ലോ, അതായിരുന്നു ആദ്യകാലത്തെ ക്ലാസിക്കൽ സോഷ്യൽ തിങ്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ സോഷ്യോളജിക്കൽ തിയറൈസിംഗ് അല്ലെങ്കിൽ തിയറിസ്റ്റുകളായിട്ടുള്ള സോഷ്യോളജിസ്റ്റുകളായിട്ടുള്ള കോംറ്റ്, ഡെർക്കെയിം, ടാൽകോട്ട് പാസൻ പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഐഡിയാസ് ഉണ്ടാക്കി. അതായത് അവർക്ക് ഇത്തരത്തിലുള്ള ഒരു സോഷ്യോളജി എന്ന് പറയുന്ന പഠനത്തിലേക്ക് എത്തിക്കുന്നതിനും അത്തരത്തിലുള്ള തോട്ട് ഉണ്ടാകുന്നതിനും ഈ ഫ്രഞ്ച് റവല്യൂഷൻ വഴിതെളിച്ചു. അടുത്തത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അതായത് ഫ്രഞ്ച് റവല്യൂഷൻ പോലെ തന്നെ സമൂഹത്തിൽ അല്ലെങ്കിൽ സോഷ്യോളജിയുടെ എമർജൻസിന് പ്രധാനമായും മറ്റൊരു കാരണമായിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിനെ വളരെ രീതിയിൽ എഫക്ട് ചെയ്തിട്ടുള്ള മറ്റൊന്നായിരുന്നു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ പറ്റി പറയുമ്പോൾ അതായത് ഒരു വെസ്റ്റേൺ വേൾഡിനെ ഒരു അഗ്രേറിയൻ സ്ഥിരത്തിൽ നിന്ന് ഒരു ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഒരു സമൂഹത്തിലേക്കുള്ള ഒരു പോക്ക്, അതായിരുന്നു ഈ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ കോർ പോയിന്റ് എന്ന് പറയുന്നത്. അതായത് അത്ര നാൾ ഒരു കൃഷിയെ ഡിപ്പെൻഡ് ചെയ്ത് നിന്നിരുന്ന ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് എന്നാൽ അതായത് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ പരമ്പരാഗതമായുള്ള ഒരു കൃഷി രീതിയിൽ നിന്നുകൊണ്ട് ഒരു മാറ്റമായിരുന്നു, ഒരു ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു മാറ്റമായിരുന്നു ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലേക്ക് നയിച്ചത്.
അപ്പോ ഇത് ബിഗെയിൻ ചെയ്തത് 1960 ഇൻ ഇംഗ്ലണ്ട്, ബ്രൗട്ട് അബൌട്ട് ഗ്രേറ്റ് ചേഞ്ചസ് ഇൻ ദ സോഷ്യൽ ആൻഡ് എക്കണോമിക് ലൈഫ് ഓഫ് പീപ്പിൾ. അതായത് അത്ര നാളും ഒരു അഗ്രേറിയൻ നേച്ചറിൽ ജീവിച്ചിരുന്ന ആളുകളായിരുന്നു. അപ്പൊ ആ സമയത്താണ് ഈ പറയുന്ന ഇൻഡസ്ട്രീസ് അവിടെ ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചു, ടെക്നോളജിക്കൽ ആയിട്ടുള്ള അഡ്വാൻസ്മെന്റ് ആരംഭിക്കാൻ തുടങ്ങി, പുതിയ മെഷീൻസ് വരാൻ തുടങ്ങി. അപ്പൊ ഈ മെഷീന്റെ സഹായത്തോടെ അത്ര നാൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഉൽപാദന പ്രക്രിയയില് പെട്ടെന്ന് ഒരു ദിവസം അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു നാൾ കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടായി. അപ്പൊ ഈ മാറ്റമാണ് അൾട്ടിമേറ്റ്ലി എന്തിലേക്ക് ലീഡ് ചെയ്തത്, ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ റെവല്യൂഷനുകളിലേക്ക് ലീഡ് ചെയ്തത്. ഈ ഒരു മാറ്റത്തിന്റെ ഫലമായിട്ട് സമൂഹത്തില് സാമൂഹിക സാമ്പത്തികപരമായിട്ടുള്ള പല ചേഞ്ചസും അവിടെ ഉടലെടുത്തു. അതായത് അത്ര നാൾ അവര് അവരുടേതായ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്തത് പിന്നീട് മെഷീൻ വെച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക, അവിടെ എക്കോണമിയുടെ അല്ലെങ്കിൽ എക്കണോമിക് ആയിട്ടുള്ള ഒരു മാറ്റം എന്തായാലും ഉണ്ടാകും. അതായത് പ്രോഫിറ്റ് കൂടാനായിട്ട് തുടങ്ങും. അതോടൊപ്പം തന്നെ ഇത് കോപ്പി ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ മെഷീൻസ് യൂസ് ചെയ്യാൻ പറ്റാത്തവരുടെ ഇടയിലും അത് ഉപയോഗിക്കുന്ന ഒരു മുതലാളി വർഗമൊക്കെ അവിടെ ഉണ്ടാവാനായിട്ട് തുടങ്ങി. Within the system, a few profited greatly while the majority work long hours and for paltry amounts of the money. അതായത് ഇവിടെ വന്നപ്പോ എന്താ ഉണ്ടായത്, ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ആളുകൾ അതായത് അഗ്രേറിയൻ നേച്ചറിൽ ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യരായിരുന്നു. അപ്പൊ അവരുടെ ഇടയിലാണ് വന്ന് വലിയ വലിയ ഇൻഡസ്ട്രീസ് വരുന്നു. ആ ഇൻഡസ്ട്രീസിൽ മെഷീൻസുകൾ യൂസ് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങുന്നു. അപ്പൊ ഈ മെഷീൻസ് യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്താ ഉണ്ടാവുന്നത്, എല്ലാവർക്കും തന്നെ ഇത് ആക്സസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മെഷീൻസുകൾ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൊഡക്ഷൻ നടത്താൻ പറ്റിയെന്ന് വരികയില്ല. അപ്പൊ ഈ ഒരു സാഹചര്യം ഉടലെടുത്തപ്പോ അവിടെ ഉണ്ടായത് ഒരു മുതലാളിത്ത വർഗവും അതോടൊപ്പം തന്നെ ഇതിന് കീഴിൽ പണിയെടുക്കുന്ന ഒരു വിഭാഗവും അവിടെ ഉയർന്നു വരാൻ തുടങ്ങി. അതായത് ഇത്തരത്തിലുള്ള മെഷീൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ നടത്താൻ പറ്റാത്തവര് ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീസിലേക്ക് വരികയും അവിടെ വന്ന് ജോലിയെടുക്കാനായിട്ടൊക്കെ തുടങ്ങി. During the Industrial Revolution, new tools and techniques were invented, which could produce goods on the large scale. അങ്ങനെ പുതിയ ടെക്നോളജീസിലെ സഹായത്തോടെ, പുതിയ മെഷീൻസുകളോടെ, പുതിയ 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 അതായത് കുറെ മെഷീൻസുകൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. അങ്ങനെ അവിടുത്തെ പ്രൊഡക്ഷൻസ് സ്വാഭാവികമായിട്ട് കൂടി. ഇപ്പൊ പുതിയ മെഷീന്റെ ഇൻവെൻഷൻ പറയുന്നത് എങ്ങനെയാണ്, സ്പിന്നിങ് ജെന്നി ഇൻവെന്റഡ് ഇൻ 1767 ജെയിംസ് ഹാർഗ്രേവ്സ് ആണ് കൊണ്ടുവന്നത്. ആൻഡ് സ്പീഡിംഗ് അപ്പ് ഓഫ് ദ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതായിരുന്നു. And Arkwright in the 1769 invented other tool called Arkwright's water frame, which also so large it could not be kept in one form specially. അതായത് ഇത്തരത്തില് കൊണ്ടുവന്നിട്ടുള്ള പലതരത്തിലുള്ള അതായത് പല ടൂൾസും അവിടെ ഇൻവെന്റ് ചെയ്യപ്പെട്ടു ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായിട്ട്. അപ്പോ ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇത്തരത്തിലുള്ള ടൂളുകൾ കൊണ്ടുവരികയും ടെക്നിക്സ് യൂസ് ചെയ്യുകയും അങ്ങനെ എക്കണോമിക് സിസ്റ്റത്തിൽ തന്നെ വലിയ മാറ്റം ഉണ്ടായി. ഈ എക്കണോമിക് സിസ്റ്റം എന്തിലേക്ക് നയിച്ചു, സാമൂഹികപരമായിട്ടുള്ള മാറ്റങ്ങളിലേക്കും അത് ലീഡ് ചെയ്തു. This has led to the changes in economy from feudal to capitalist production. അത്ര നാൾ നിലനിന്നിരുന്ന ഒരു ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ നിന്നുകൊണ്ട് പിന്നീട് അവിടെ ഒരു ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥിതിയിലേക്ക് അത് ലീഡ് ചെയ്യപ്പെട്ടു. അടുത്തത് ഇനി ഇമ്പാക്ട്, എങ്ങനെയാണ് ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ നമ്മളുടെ സമൂഹത്തിനെ ഇമ്പാക്ട് ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. ആ ഒരു സമൂഹത്തിന് ഇമ്പാക്ട് ചെയ്തതാണ് എന്തിലേക്ക് നയിച്ചത്, ഈ പറയുന്ന സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ എമർജൻസിലേക്ക് നയിച്ചത്. അതായത് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ഫ്രഞ്ച് റെവല്യൂഷനുകള് സാമ്പത്തികപരമായിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അത് സാമൂഹിക മാറ്റങ്ങളിലേക്ക് നയിക്കപ്പെട്ടപ്പോഴാണ് സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഉദയം അവിടെ നടക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് സൊസൈറ്റിയിൽ ഉണ്ടാക്കിയ മാറ്റം എന്ന് നോക്കാം. അതിലൂടെ എങ്ങനെയാണ് സോഷ്യോളജി എമർജ് ചെയ്തത്, ന്യൂ ക്ലാസ് ഓഫ് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്, മാനേജേഴ്സ്, ക്യാപിറ്റലിസ്റ്റ് എമർജ്. അതായത് പുതിയ ക്ലാസ്സസ് അവിടെ എമർജ് ചെയ്യുകയാണ്. ഒരു ഇൻഡസ്ട്രിയൽ വർക്കേഴ്സും അതായത് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവര്, മാനേജേഴ്സ്, അതോടൊപ്പം തന്നെ ക്യാപിറ്റലിസ്റ്റ് അതായത് ഏറ്റവും പണമുള്ള ആളുകൾ ഒക്കെ അവിടെ ഉണ്ടാവാൻ തുടങ്ങി. സാധാ തൊഴിലാളികളും ഒക്കെ അവിടെ ഉണ്ടാവാൻ തുടങ്ങി. The peasants in the new industrial society found themselves with the thousands of other peoples like themselves vending cottons in the textile mill. അതായത് ഈ പറയുന്ന പെസൻസുകളൊക്കെ തന്നെ ന്യൂ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്ക് ഒക്കെ പോവാനായിട്ട് തുടങ്ങി. അതോടൊപ്പം തന്നെ മറ്റ് പല അല്ലെങ്കിൽ വെൻഡിങ് കോട്ടൺ ടെക്സ്റ്റൈൽ മിൽസുകളൊക്കെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ഇൻക്രീസിംഗ് ദ പ്രൊഡക്ഷൻ, പോപ്പുലേഷൻ സ്റ്റാർട്ടഡ് ഇൻക്രീസിംഗ്, മാസീവ് റൂറൽ ടു അർബൻ മൈഗ്രേഷൻ ലെഡ് ടു ദി അർബനൈസേഷൻ. അതായത് അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാവർക്കും തന്നെ ഈ പറയുന്ന പുതിയ ടൂൾസുകളും ടെക്നിക്സും യൂസ് ചെയ്തുകൊണ്ടൊന്നും തന്നെ ഈ പറയുന്ന ഉൽപാദനം കൂട്ടാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ യൂഷ്വലി സൊസൈറ്റി എടുക്കുമ്പോൾ ആ സമൂഹം എന്ന് പറയുന്നത് അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതായിരുന്നു. അപ്പൊ ഈ അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന സമൂഹത്തില് അത്തരത്തിലുള്ള അഗ്രികൾച്ചറിലെ ടൂൾസും ടെക്നിക്സും ഉപയോഗിക്കാൻ പറ്റുന്നവർ എന്ത് ചെയ്യാൻ തുടങ്ങി, അത്തരത്തില് പണമുള്ളവരായിരിക്കുമല്ലോ,
അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകള് അവിടെ ഒരു തൊഴിലാളി വർഗമായി മുതലാളി വർഗമായിട്ട് അവിടെ ഉയർന്നു വന്നു. അതേസമയം ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സമൂഹം അവിടെ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ആളുകൾ എന്താ ചെയ്യാൻ തുടങ്ങി? യൂഷ്വലി ഇങ്ങനെ കാണപ്പെടുന്ന ഇൻഡസ്ട്രീസിലേക്ക് വർക്കിനൊക്കെ ആയിട്ട് മറ്റും പോവാൻ തുടങ്ങി. അങ്ങനെ അവിടെ ഒരു മൈഗ്രേഷൻസ് നടക്കാൻ തുടങ്ങി. അപ്പോ ഈ പറയുന്ന ഇൻഡസ്ട്രീസ് കൂടുതലും സെറ്റപ്പ് ചെയ്യപ്പെടുന്നത് അർബൻ ഏരിയസിലായിരിക്കും. അതായത് അർബൻ ഏരിയസിൽ സെറ്റപ്പ് ചെയ്യുന്നതിന്റെ റീസൺ എന്തായിരിക്കും? അതായത് പെട്ടെന്ന് സാധനങ്ങൾ എത്തിക്കുന്നതിനും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് അടുത്തുള്ള നഗരങ്ങളിലൊക്കെ ആയിരിക്കും ഈ ഒരു അർബൻ സെന്റേഴ്സ് അല്ലെങ്കിൽ അർബൻ ഏരിയ എന്നാൽ കുറച്ചും കൂടി പുറമേ കാണപ്പെടുന്ന പ്രദേശങ്ങളായിരിക്കും ഇത് ഉണ്ടാക്കുക. അപ്പൊ ഈ ഒരു മേഖലകളിലേക്ക് ആളുകൾ അങ്ങനെ ഒഴുകാനായിട്ട് തുടങ്ങി. അവിടെ മൈഗ്രേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ആദ്യമേ കുറച്ച് പേരാണെങ്കിൽ പിന്നീട് എന്ത് സംഭവിച്ചു? ആളുകളുടെ എണ്ണം കൂടുകയും ഈ വരുന്ന ആളുകൾ ഈ ഇൻഡസ്ട്രീസിന് ചുറ്റുമായിട്ടൊക്കെ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രോസസ് ഓഫ് അർബനൈസേഷൻ ഒക്കെ തന്നെ ആ ഒരു സ്ഥലങ്ങളിൽ നടക്കുകയാണ്. And industrial cities grew rapidly. The changes concerned both conservative and radical thinkers. Conservative feared that such a condition would lead to the chaos and disorder. അപ്പോ ഈ പറയുന്ന ചിന്തകൾ, ഈ റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ചസ് രണ്ട് തരത്തിലുള്ള ആളുകൾ തിങ്കേഴ്സ് അതിനെ അനലൈസ് ചെയ്തിരുന്നു. കൺസർവേറ്റീവ് തിങ്കേഴ്സ് നോക്കിയിരുന്നു, റാഡിക്കൽ തിങ്കേഴ്സ് നോക്കിയിരുന്നു. കൺസർവേറ്റീവ് തിങ്കേഴ്സ് അവർ കൂടുതലും ഭയപ്പെട്ടിരുന്നത് ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടായിരുന്നു. റാഡിക്കൽ തിങ്കേഴ്സ് ആയിട്ടുള്ള ഫ്രെഡറിക് ഈഗിൾസ് പറയുന്നത് ഇങ്ങനെയാണ്: ഫെൽറ്റ് ദാറ്റ് ഫാക്ടറി വർക്കേഴ്സ് വുഡ് ഇനിഷ്യേറ്റ് ദ വർക്കിംഗ് ക്ലാസ് റെവല്യൂഷൻ. അപ്പോ എന്നാൽ റാഡിക്കൽ തിങ്കേഴ്സ് ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു. അതിൽ ഒരാളായിരുന്നു ഫ്രെഡറിക് ഈഗിൾസ്. അദ്ദേഹം ചിന്തിച്ചത് ഇങ്ങനെയാണ്: ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരു വർക്കിംഗ് ക്ലാസിന്റെ റെവല്യൂഷൻസ് അവിടെ നടക്കുകയും അത് സമൂഹത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കും എന്ന രീതിയിലൊക്കെ ആയിരുന്നു അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഇമ്പോർട്ടന്റ് തീംസ് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ which is concerned with the early sociologists were the condition of labor, transformation of property, അർബനൈസേഷൻ ആൻഡ് ടെക്നോളജി. അപ്പോൾ ഈ ഇൻഡസ്ട്രിയലൈസേഷനുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് സോഷ്യോളജിസ്റ്റുകളുടെ പ്രധാനപ്പെട്ട പഠന വിഷയങ്ങളായിട്ട് വരുന്നവയായിരുന്നു കണ്ടീഷൻ ഓഫ് ലേബർ, ട്രാൻസ്ഫോർമേഷൻ ഓഫ് പ്രോപ്പർട്ടി എങ്ങനെയാണ് നടക്കുന്നത്, അർബനൈസേഷനും നേരത്തെ പറഞ്ഞു അർബനൈസേഷൻ എന്താണെന്ന്. ഈ അർബനൈസേഷനും ടെക്നോളജീസും ആളുകളുടെ ലൈഫിൽ എന്ത് മാറ്റം ഉണ്ടായി എന്നൊക്കെയായിരുന്നു ആ സമയത്ത് സമൂഹത്തെ പറ്റി പഠിച്ചിരുന്ന ശാസ്ത്രജ്ഞരുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിട്ട് കൺസിഡർ ചെയ്തിരുന്നത്. ഇനി ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടായിരുന്നു നമ്മുടെ സോഷ്യോളജിയുടെ റൈസ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ഒരു സ്കോപ്പ് അവിടെ ആരംഭിക്കുന്നത്. സോഷ്യോളജി വാസ് എ ഷേപ്പ് ആസ് ദ സബ്ജക്ട് ഇന്റലക്ച്വൽ ഫെർമെന്റ് വാസ് ബീങ് വിറ്റ്നസ്ഡ് ഇൻ യൂറോപ്പ് ഇൻ ദ ഫോം ഓഫ് എൻലൈറ്റ്മെന്റ്. അതായത് ഒരു എൻലൈറ്റ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ശരിക്കും പറഞ്ഞ സോഷ്യോളജി വന്നത്. അതായത് ഇത്തരത്തില് സമൂഹത്തെ പറ്റിയിട്ട് ഒരു റാഷണൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക എന്നതായിരുന്നു സോഷ്യോളജിയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഏജ് ഓഫ് റീസന്റെ ഭാഗമായിട്ടായിരുന്നു ഈ സോഷ്യോളജി വന്നത്. ഇന്റലക്ച്വൽ ഫെർമെന്റ് വാസ് ബീങ് വിറ്റ്നസ്ഡ് ഇൻ യൂറോപ്പ് ഇൻ ഫോം ഓഫ് എൻലൈറ്റ്മെന്റ്. ദിസ് വാസ് പീരീഡ് ഓഫ് റിമാർക്കബിൾ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്സ് ആൻഡ് ചേഞ്ചസ് ഇൻ ഫിലോസഫിക്കൽ തോട്ട്. അതായത് അതേസമയം തന്നെ ഈ പീരീഡിൽ എന്ത് സംഭവിച്ചു? ഫിലോസഫിക്കൽ തോട്ടുകൾക്കൊക്കെ തന്നെ വലിയ മാറ്റം ഉണ്ടായി, കുറെ ഡെവലപ്മെന്റ്സ് നടന്നു. The precursors that led to the emergence of sociology were firstly philosophy, history, secondly the emergence of quantitative and the quantitative method of social survey. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു പ്രിക്കോസേഴ്സ് എന്ന് പറയുന്നത് സോഷ്യോളജിയുടെ എമർജൻസിലേക്ക് നയിച്ച രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഹിസ്റ്ററി, ചരിത്രവും, രണ്ടാമതായിട്ട് അതിന്റെ ഒരു മെത്തേഡ്സ് എന്ന് പറയുന്നത്, അതായത് സോഷ്യൽ സർവേ, സാമൂഹികപരമായിട്ടുള്ള ഒരു സർവേ, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സർവേന്റെ എമർജൻസുമാണ് ഇത്തരത്തിലുള്ള ഈ ഒരു സോഷ്യോളജിയുടെ എമർജൻസിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ടും കണക്കാക്കുന്നത്. അതായത് അവിടുത്തെ വ്യക്തികളുടെ അവസ്ഥകളെ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർവേസ് ഒക്കെ അവിടെ കണ്ടക്ട് ചെയ്യപ്പെടാനായിട്ട് തുടങ്ങി. ഇനി കൺസർവേറ്റീവ് റിയാക്ഷൻ ടു ദി എൻലൈറ്റ്മെന്റ് എന്ന് നോക്കാം. അതായത് ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ഈ എൻലൈറ്റ്മെന്റ് പീരീഡിനെ പറ്റിയുള്ളെങ്കിൽ കൺസർവേറ്റീവ്സിന്റെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു എൻലൈറ്റ്മെന്റിനെ പറ്റിയുള്ള നോക്കാം. ദ കൺസർവേറ്റീവ് റിയാക്ഷൻ ടു ദി എൻലൈറ്റ്മെന്റ് ലൈക്ക് ലൂയിസ് ഡെ ബൊണാൾഡ് ആൻഡ് ജോസഫ് ഡെ മേസ്റ്റർ കോൺട്രിബ്യൂട്ടഡ് ആസ് മച്ച് ടു ദ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജി. അതായത് ഇത്തരത്തിലുള്ള ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള റിയാക്ഷനിസ്റ്റ് ആയിട്ടുള്ള രണ്ടാളുകളെയാണ് നമ്മളോട് പറയുന്നത്. ലൂയിസ് ഡെ ബൊണാൾഡും ജോസഫ് ഡെ മേസ്റ്ററും ഇവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സോഷ്യോളജിയുടെ ഡെവലപ്മെന്റ് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്തു. അതായത് അവർ വളരെയധികം റീസണബിൾ ആയിട്ട് റീസണെ ബേസ് ചെയ്തിട്ട് സമൂഹത്തിന്റെ മാറ്റങ്ങളെ ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരുന്നു. ആൻഡ് ഡി ബൊണാൾഡ് വാസ് ഡീപ്ലി perpetuated by the profound and the revolutionary changes that led to the establishment of highly impersonal urban cities. അതായത്
ഈ പറയുന്ന ഡി ബൊണാൾഡ് എന്ന് പറയുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ റിയാക്ഷനിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ അദ്ദേഹം കൂടുതൽ നോക്കിയത് റെവല്യൂഷണറി ചേഞ്ചസിനെ പറ്റിയിട്ടുള്ള, അതായത് അർബൻ സിറ്റിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ, ഇൻഡസ്ട്രിയൽസിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള അർബൻ ലൈഫിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം ആ സമയത്ത് ഡിസ്കസ് ചെയ്യാനും അല്ലെങ്കിൽ റാഷണലി ചിന്തിക്കാനൊക്കെ തുടങ്ങി. And sociology was its emphasis on society as a unit of analysis. Goal of sociology has been influenced by the conservative thought. The methods has been influenced by the Enlightenment thinkers who realized though one cannot go to the past but can create a better society using new knowledge of society. Enlightenment and the conservative thought combine to create the science of sociology. അങ്ങനെ ഈ പറയുന്ന എൻലൈറ്റ്മെന്റ് തിങ്കേഴ്സ് ആയിട്ടുള്ള ഈ പറയുന്ന ഡി ബൊണാൾഡ് പോലുള്ള ആളുകളും അതോടൊപ്പം തന്നെ വരുന്ന എൻലൈറ്റ്മെന്റ് ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ തന്നെ എന്തിലേക്കാണ് നയിച്ചത്? അങ്ങനെ ആളുകൾക്കുള്ളിൽ ഒരു തോട്ട് ഉണ്ടാക്കി. എന്തുകൊണ്ട്? എല്ലാത്തിനും പറ്റി പഠിക്കാനായിട്ടുള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള സയൻസുകൾ കാണപ്പെടുന്നുണ്ട്. ഇപ്പൊ സമൂഹത്തെ പറ്റി മാത്രം പഠിക്കാനായിട്ടുള്ള ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു സയൻസിന്റെ ഒരു ഗ്യാപ്പ് അവിടെ കണ്ടെത്തുകയും അങ്ങനെ സൊസൈറ്റിനെ ഒരു സയന്റിഫിക് ആയിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ സ്കോപ്പ് അവിടെ ആരംഭിക്കുകയാണ്. അല്ലെങ്കിൽ അവിടെയാണ് ഒരു എമർജൻസ് സോഷ്യോളജിയുടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതായത് സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ എമർജൻസിന്റെ ആദ്യത്തെ ഒരു പടികളായിരുന്നു ഈ പറയുന്ന എൻലൈറ്റ്മെന്റും ഫ്രഞ്ച് റവല്യൂഷനും ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇന്ന് ഈ ഫസ്റ്റ് പാർട്ട് 1 ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 2 വന്നിട്ട് നമ്മൾ ബാക്കി പോർഷൻസ് തന്നെ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതിൽ പ്രധാനമായിട്ടും എന്താണ് ആന്ത്രപ്പോളജി, അതായത് സോഷ്യോളജിയും ആന്ത്രപ്പോളജിയും നമ്മൾ ആദ്യമേ പറഞ്ഞു വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അപ്പൊ എങ്ങനെയാണ് ഈ സോഷ്യോളജിയുടെ ഈ ഒരു പശ്ചാത്തലത്തിൽ ആന്ത്രപ്പോളജി എങ്ങനെ എമർജ് ചെയ്തു? ഇവ ഒന്നിച്ചായിരുന്നു ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ എമർജൻസിന് എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ? ഇതൊക്കെ നമ്മൾ പാർട്ട് 2 വീഡിയോയിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.